ഇന്ത്യൻ റെയിൽവേയുടെ അസൂയാവഹമായ വളർച്ച രാജ്യത്തിന്റെ വികസനത്തിന്റെ പ്രതിഫലനമായി മാറുകയാണ്. പുകതുപ്പി കൂകിപ്പാഞ്ഞ് ഓടിയിരുന്ന കൽക്കരി വണ്ടികൾ രാജ്യം വളരുന്നതിനൊപ്പം ഡീസൽ വണ്ടികളായും വൈദ്യുത ട്രെയിനുകളായും പരിണമിച്ചു. ഇന്ന് അത്യാധുനിക സൗകര്യങ്ങളുള്ള വന്ദേ ഭാരതും മറ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസും പാളങ്ങളിലൂടെ കുതിച്ചുപായുന്നു. മിന്നൽ വേഗത്തിൽ പായുന്ന ബുള്ളറ്റ് ട്രെയിനിനായുള്ള കാത്തിരിപ്പിലാണ് നാം. അതിവേഗ ഗതാഗത സംവിധാനം എന്നത് നവഭാരതത്തിൻ്റെ പ്രത്യേകത ആയാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ പാസഞ്ചർ ട്രെയിനുകളിൽ മാത്രമല്ല, ചരക്കു തീവണ്ടികളിലും കാതലായ മാറ്റം കൊണ്ടുവരാൻ സർക്കാർ അശ്രാന്തം ശ്രമിക്കുകയാണ്. നെല്ലും പുല്ലും എന്തിന് കല്ലും മണ്ണും വരെ വഹിച്ച് പാളങ്ങളിലൂടെ പതിയെ പതിയെ ഉറക്കം തൂങ്ങിയോടിയിരുന്ന ചരക്കു തീവണ്ടികളിതാ ശരവേഗത്തിൽ കുതിക്കാൻ ഒരുങ്ങുകയാണ്. അതിനുതകുന്ന എഞ്ചിൻ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 9000 കുതിരശക്തിയുള്ള എഞ്ചിനാണ് ഗുജറാത്തിലെ ദാഹോദ് വർക്ക്ഷോപ്പിൽ നിർമ്മാണത്തിലിരിക്കുന്നത്. ഏകദേശം 4500 മുതൽ 5000 ടൺ വരെ ഭാരമുള്ള ചരക്ക് തീവണ്ടിയെ 100 കിലോമീറ്റർ വേഗതയിൽ കുതിപ്പിക്കുകയാണ് റെയിൽവേ മന്ത്രാലയം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതോടെ ഇന്ത്യയിലെ ചരക്കു തീവണ്ടികളും വികസിത രാജ്യങ്ങളിലേതുപോലെ അതിവേഗത്തിൽ കുതിക്കും. നിർമ്മാണത്തിലിരിക്കുന്ന ഈ ലോക്കോമോട്ടീവിൻ്റെ 89% ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുക. ജർമ്മൻ എഞ്ചിനീയറിംഗ് ഭീമനായ സീമെൻസുമായി ചേർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. ദാഹോദിലുള്ള ഇലക്ട്രിക് ലോക്കോമോട്ടീവ് നിർമ്മാണ യൂണിറ്റിന് അടുത്ത 3 വർഷത്തിനുള്ളിൽ അതിവേഗ ചരക്ക് ട്രെയിൻ എഞ്ചിനുകൾ കയറ്റുമതി ചെയ്യാനുള്ള തലത്തിലേക്ക് ഉയരുമെന്നും കേന്ദ്രമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. രാജ്യത്തെ ചരക്ക് നീക്കത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ ഈ ലോക്കോമോട്ടീവുകൾ നിർണായ പങ്കുവഹിക്കുമെന്നതിൽ സംശയമില്ല. ചരക്ക് ട്രെയിനുകളുടെ ശരാശരി വേഗതയും ലോഡിംഗ് ശേഷിയും മെച്ചപ്പെടുത്തുന്നതിലൂടെ ട്രാക്കുകളിലെ തിരക്ക് കുറയുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ലോജിസ്റ്റിക് ചെലവ് 10% വരെ കുറയ്ക്കാൻ സഹായിക്കുന്ന പുത്തൻ എഞ്ചിനിൽ ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനങ്ങൾ, കവച സുരക്ഷാ സംവിധാനങ്ങൾ, ഗ്രീൻ പ്രൊപ്പൻഷൻ സാങ്കേതികവിദ്യ എന്നിവയുമുണ്ടാവും. ഈ വർഷം ഏപ്രിലോടെ പുത്തൻ എഞ്ചിൻ പുറത്തിറക്കാനാവുമെന്നാണ് കരുതുന്നത്. ദാഹോദ് റെയിൽവേ പ്രൊഡക്ഷൻ യൂണിറ്റിൽ 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉയർന്ന കുതിരശക്തിയുള്ള എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 20,000 കോടിയിലധികം നിക്ഷേപം നടത്തിയ ഈ പദ്ധതിയിൽ ഒന്നും രണ്ടുമല്ല 1200 ഹൈ ഹോഴ്സ് പവർ 9000 HP ലോക്കോമോട്ടീവുകളാണ് ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ നേരിട്ടുമല്ലാതെയും 7000-ലധികം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നവഭാരതത്തിൻ്റെ വിളംബരങ്ങളിലൊന്നായി അധികം വൈകാതെ തന്നെ സൂപ്പർ പവറോട് കൂടിയ കരുത്തുറ്റ എഞ്ചിൻ ഘടിപ്പിച്ച ചരക്ക് വണ്ടികൾ നമ്മുടെ പാളങ്ങളിലൂടെ ഓടുന്നത് കാത്തിരിക്കാം.